ഹൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഓശാന ഞായർ ആശംസകൾ നേരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കോഴിക്കട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കട്ട ഉണ്ടാക്കുന്ന ദിവസത്തെയും അതേപോലെ ഓശാന ഞായർ പള്ളിയിലൊക്കെ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കൊച്ചു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ കോഴിക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കട്ടയുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയാണല്ലോ. ഈ തേങ്ങ അന്വേഷിച്ചിട്ട് ഞങ്ങൾ കടകളൊക്കെ വെള്ളിയാഴ്ച തുടങ്ങി കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമായിരുന്നു. കയറി നോക്കിയെടുത്തൊക്കെ തേങ്ങയുടെ പൊടി പോലും ഇല്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഓൺലൈനിൽ നോക്കി, ഓൺലൈനിലും കിട്ടിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ചാച്ചൻ വീണ്ടും ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോൾ സംഭവം റെഡി അവിടെ ഉണ്ട്. എന്നാൽ പിന്നെ കണ്ണും പൂട്ടി അങ്ങ് ഓർഡർ ചെയ്തേക്കാമെന്നും പറഞ്ഞിട്ട് ചാച്ചൻ 2 ബോക്സ് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് തേങ്ങ വരുത്തിച്ചത്. അത് കഴിഞ്ഞ് അലിസ്റ്റർ ബ്രോ പള്ളിയിലെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ബ്രോയും 2 ബോക്സ് തേങ്ങ കൊണ്ടുവന്നു. അപ്പോൾ ബ്രോ പറയുക ചെയ്തത് ഇപ്പം തേങ്ങയ്ക്ക് നല്ല ക്ഷാമമാണ്, അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 2 ബോക്സിൽ കൂടുതൽ കൊടുക്കുന്നില്ല. എങ്ങാനും 2 ബോക്സിൽ കൂടുതൽ തേങ്ങ എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബില്ല് അടയ്ക്കാൻ കൗണ്ടറിൽ വരുമ്പോൾ അവർ 2 ബോക്സ് മാത്രം ഒരാൾക്ക് കൊടുത്തിട്ട് ബാക്കി ബോക്സ് അങ്ങ് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. തേങ്ങയ്ക്കൊക്കെ ഇത്ര ക്ഷാമമായോ? ചാച്ചനപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചടപടേന്നങ്ങ് തീരുമെന്ന്. ശരിയാണ് കേട്ടോ. എന്ത് തന്നെ ആയാലും നമുക്ക് സമയമായപ്പോഴത്തേക്കും തേങ്ങ കിട്ടി, അത് തന്നെ വലിയൊരു ആശ്വാസം. അങ്ങനെ നമ്മളിതേ കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണ് എല്ലാവരും കോഴിക്കട്ട ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയത് 6 മണി 6:30 വൈകുന്നേരം ഇപ്പോഴാണ് ഉണ്ടാക്കിയത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചാച്ചനും അലിസ്റ്റർ ബ്രോയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ ചാച്ചന് എത്താൻ പറ്റിയില്ല. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അത് കാരണം ആൾക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ചാച്ചനെ ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും, ചാച്ച വരുമോ. കാരണം എനിക്ക് ആകെ ഒരു ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കോഴിക്കട്ട പെരുന്നാളാണല്ലോ. അപ്പോൾ ചാച്ചനും കൂടി ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണല്ലോ, ആളുടെ കൈയും കൂടി ഇതിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം. അപ്പോൾ പക്ഷേ നടന്നില്ല, സാരില്ല. അപ്പോൾ ചാച്ചൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയേക്കോ, കഴിക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇനിയും ലേറ്റ് ആക്കണ്ട, കാരണം 6 മണി 6:30 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ചാച്ചന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഇത് കുഴച്ച് പിടിച്ച് വരുമ്പോഴത്തേക്കും ചാച്ചൻ വരുന്ന സമയമാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫുള്ള് കുഴച്ചത് അലിസ്റ്റർ ബ്രോയാണ് കേട്ടോ. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പപ്പനെ മിസ് ചെയ്തു. കാരണം ഞങ്ങൾ പപ്പയും ഞാനും അമ്മയും ഐഷും പിള്ളേരും ചാച്ചനുണ്ടെങ്കിൽ ചാച്ചനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് കോഴിക്കട്ടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഇരിക്കാറുള്ളത്. കഴിഞ്ഞ ഈസ്റ്ററിന് ചാച്ചനുണ്ടായിരുന്നു. അപ്പോൾ പപ്പയാണിത്, ഞങ്ങൾക്ക് വീട്ടിൽ പപ്പയാണിത് കുഴയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഴ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പപ്പനെ മിസ് ചെയ്തു. പിന്നെ ഞാൻ പപ്പ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ നിന്നില്ല, കാരണം പപ്പയ്ക്ക് വിഷമമായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ പപ്പേനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി വന്ന കാരണം പോവാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് ഇങ്ങനെ നിൽക്കണതാണ്. പക്ഷെ പപ്പ അവിടെ ഓക്കെയാണ് കേട്ടോ. പപ്പയ്ക്ക് അങ്ങനെ വിഷമങ്ങളൊന്നുമില്ല. അമ്മ അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ പപ്പ ബിസി ആയതുകൊണ്ട് തന്നെ പപ്പയുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പപ്പ ബിസി ആയതുകൊണ്ട് തന്നെ പപ്പ ഓക്കെയാണ്. പിന്നെ പപ്പയുടെ അമ്മ ഞങ്ങളുടെ തറവാട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പപ്പ ഓക്കെയാണ് അവിടെ. അത് കാരണം ഞങ്ങൾക്കും ഒരു സമാധാനമുണ്ട്. പിന്നെ പപ്പ വരുന്ന കാര്യവും എല്ലാവരും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും നിങ്ങളെ കാണുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം പങ്കുവയ്ക്കുന്നതായിരിക്കും. പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും പങ്കുവച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുന്ന ദിവസത്തിൽ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ കേട്ടോ. പിന്നെ യുവന്മാരാണെന്നുണ്ടെങ്കിൽ തേങ്ങ കണ്ടു കഴിഞ്ഞാൽ അതും ശർക്കരയൊക്കെ ഇട്ട് വരട്ടിയെടുത്ത തേങ്ങ ആയതുകൊണ്ട് പിന്നെ വിട്ടില്ല. ഉണ്ടാക്കിയ സമയത്ത് തന്നെ നല്ലോണം 2 പേരും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും കഴിച്ചു, അമ്മയും കഴിച്ചു കേട്ടോ. പക്ഷെ കുറേ നേരം കഴിച്ചു കഴിഞ്ഞപ്പോൾ മധുരം കാട്ടി തലയിൽ കയറി കഴിഞ്ഞപ്പോൾ അയ്യോ ഒരു മത്ത് പിടിച്ച ഫീലായിപ്പോയി. അതിൻ്റെ ഇടയിൽ അലിസ്റ്റർ ബ്രോ ഉണ്ടായ രസഗുള, അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. രസഗുള ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഫുൾ അങ്ങ് ഷുഗർ കയറി. അങ്ങനെ ഉരുട്ടി ഞങ്ങൾ പല ഷേപ്പിലും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഏതപ്പൻ ഉണ്ടാക്കി അലിസ്റ്റർ ബ്രോൻ്റെ ഷേപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ അമ്മയും പല ഷേപ്പിലുണ്ടാക്കി, ഞാനും ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾ പിന്നെ കോഴിക്കട്ട മാത്രമല്ല പീച്ചപ്പൊടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അലിസ്റ്റർ ബ്രോ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ആളുടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പീച്ചപ്പൊടി എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ആൾക്ക് എന്ത് ചെയ്ത് വിരൽ വെച്ചിട്ട് വിരലങ്ങ് അതിൽ പതിയണില്ല. അപ്പോൾ അമ്മ അതേ കാണിച്ചു കൊടുക്കണയാണ് കേട്ടോ, അതെ ഇതേപോലെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഡോണും ഏതപ്പനൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഉരുട്ടി വെച്ചത് അടക്കം ഇവന്മാർ തല്ലി തകർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്തായാലും ആവി കയറ്റാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു
ഒരു ഭാഗം എന്തായാലും പൊട്ടിയിരിക്കും. കാരണം അതിൽ അവന്മാർ കൈകാര്യം ചെയ്തൊരു ഭാഗമാണ്, അതെന്തായാലും പൊട്ടിയിരിക്കും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലുള്ളത് മാത്രമാണ് പൊട്ടാത്തത് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കറക്റ്റ് സമയം, അതായത് അടുപ്പത്ത് കയറ്റി ആവിയൊക്കെ വന്ന് അത് ഇറക്കി ഒന്ന് ചൂടാറി വന്നപ്പോഴത്തേക്കും ചാച്ചനെത്തി. ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും ചാച്ചനെത്തി കേട്ടോ. എന്നാൽ പിന്നെ വൈകിക്കണ്ട, ഒന്ന് പ്രാർത്ഥന എത്തിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ആയിഷ് പുറത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ദേ കളർ ബുക്കും അതേപോലെ കളർ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്മാർ അതിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നല്ല കുഴിക്കട്ട ഇതാണ് കേട്ടോ. പിന്നെ പീച്ചപ്പൊടിയും റെഡി ആയിട്ടുണ്ട്. ബാക്കി പൊട്ടിയതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പേനെയും വീഡിയോ കോൾ ചെയ്തു. പപ്പയുടെ കോഴിക്കട്ട പപ്പ തറവാട്ടിൽ പോയിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. പപ്പയുടെ അമ്മയുണ്ട് അവിടെ, പപ്പയുടെ അനിയനുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. തറവാടാണല്ലോ, അപ്പോൾ എല്ലാവരും വന്നിട്ട് അവിടെ നിന്നാണ് എല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു പ്രാർത്ഥനയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിതേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് കേട്ടോ. ചാച്ചനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു കുടുംബനാഥനായതിനു ശേഷം എങ്ങനെ ഇതൊക്കെ നടത്തണം എന്നുള്ളത് ആളും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കായിരുന്നു, പ്രാർത്ഥിച്ചിട്ട് 2ആയിട്ട് മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ചാച്ചനും ആ ഒരു കർത്തവ്യം നന്നായിട്ട് തന്നെ നിർവഹിച്ചു. ഒരു കുടുംബനാഥൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരു കാര്യങ്ങളും ആള് ബെറ്റർ ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അലിസ്റ്റർ ബ്രോയ്ക്കും അമ്മയ്ക്കും എനിക്കും ഐശുവിനും പിള്ളേർക്കും എല്ലാവർക്കും ചാച്ചൻ്റെ ഇങ്ങനെ വിഭജിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചൻ ഡോണുവിന് കൊടുക്കാണ്ട് നേരെ ഇതുപ്പിന് കൊടുക്കാൻ പോയി. അതായത് ചാച്ചൻ ഇങ്ങനെ തലമൂത്തത് വന്ന് കൊടുത്ത് വന്നതാണ്. പക്ഷേ ഐശുവിന് കൊടുത്തപ്പോൾ ഈ ഡോണും വാ തുറന്ന് ഡോണുവിന് കൊടുക്കാണ്ട് നേരെ ഇതുപ്പിന് കൊടുത്തു. അയ്യോ, അതിന് പിന്നെ വഴക്കായി ഡോണു. പിന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് കൊടുക്കാണ്ട് നേരെ അങ്ങ് കൊണ്ടുപോയി. ചാച്ചനാണെങ്കിൽ ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതപ്പിന് കൊടുത്തിട്ട് ഡോണുവിന് കൊടുക്കാമല്ലോ, അതാണല്ലോ. അങ്ങനെ തലമൂത്ത് അതായത് അമ്മയ്ക്ക് ആദ്യം കൊടുത്ത അലിസ്റ്റർ ബ്രോയ്ക്ക്, പിന്നെ എനിക്ക്, ഐശുവിന്, ഏതപ്പിന്, ഡോണുവിന്, അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡോണു ആ പൊളിച്ചത് ചാച്ചൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടടാ അവന് ഭയങ്കര ദേഷ്യം. പിന്നെ അവൻ എന്ത് ചെയ്താൽ വാതുറക്കണുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചാച്ചൻ്റെ അടുത്ത് ഫുൾ കലിപ്പിൽ തന്നെയായിരുന്നേ. പിന്നെ അവനത് കഴിച്ചിട്ടില്ല എന്നാണ് വേണം പറയാനായിട്ട്. അത്രയും കലിപ്പായി പോയി ചെറുക്കന്. അങ്ങനെ ഞാനും ചാച്ചന് കൊടുത്ത്, പിന്നെ പപ്പയ്ക്കും കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വാ പുളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചാച്ചനൊന്ന് ഡോണുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഒത്തില്ല എന്ന് വേണം പറയാനായിട്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതേ പപ്പയ്ക്ക് കൊടുക്കണ പോലെ കാണിക്കുന്നുമുണ്ട് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതാണ് പറയുന്നത്. പക്ഷെ വോയിസ് അത്രയും ക്ലിയർ അല്ലാത്ത കാരണമാണ് ഞാൻ ആ വോയിസ് കൊടുക്കാഞ്ഞത് കേട്ടോ. എന്തോ ഭയങ്കര പതർച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് മധുരം ആവശ്യത്തിന് മാത്രമാണ്, ഒരുപാട് മധുരമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് ചാച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കട്ട ഉണ്ടാക്കിയ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓശാന ഞായറിലെ വിശേഷങ്ങൾ കണ്ടാലോ. ഓശാന ഞായറാഴ്ച ഞങ്ങൾ പതിവ് പോലെ തന്നെ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുമല്ലോ. പക്ഷെ മിക്കപ്പോഴും ഞങ്ങൾക്ക് മുഴുവൻ കുർബാന കാണാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾ നേരത്തെ റെഡി ആയാലും ഇറങ്ങാൻ നേരത്തായിരിക്കും ഇവർ രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ തോന്നുക. ഒന്നല്ലെങ്കിൽ ഒരാൾക്ക് അപ്പിടണം, അല്ലെങ്കിൽ മൂത്രമൊഴിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം നേരത്തെ കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. അങ്ങനെ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടിയില്ല. എൻ്റെ പൊന്നെ, ഒരു തരി പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ റൗണ്ട് അടിച്ചിട്ടാണ് അവസാനം പാർക്കിംഗ് കിട്ടിയത്. അത്രയും ബ്ലോക്കും വേറെ അത്രയും ജനങ്ങൾ. എൻ്റെ പൊന്നെ, പള്ളിയകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പറയുകയും വേണ്ട, എന്തോരു ജനങ്ങളാണെന്നറിയോ. അങ്ങനെ പോരാത്തതിന് നല്ല വെയിലും, മഴയൊക്കെ ഒന്ന് മാറി വന്നെങ്കിലും ഭയങ്കര വെയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു, വീൽ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ജനക്കൂട്ടായിരുന്നു കേട്ടോ മലയാളം കുർബാനയ്ക്ക്. അങ്ങനെ ഞങ്ങൾക്ക് കുരുത്തോലയും കിട്ടി. കുരുത്തോല കിട്ടിയതിന് ശേഷം കുർബാനയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണ രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. എന്തേതാ വരി അങ്ങ് നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റികളൊക്കെ വന്നിട്ട്, ഈ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് എന്താ പറയുക, വഴിയൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം പുറത്തേക്ക് ഒരു വിധത്തിൽ ഇറങ്ങി വേഗം പോയൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും കയറി കേട്ടോ. അപ്പം ഉണ്ട് ഭയങ്കര പൊടിക്കാറ്റാണ്. ഇപ്പോൾ പുറത്താണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് വേഗം ചായ കുടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ സംഭവത്തിലൊക്കെ നിറച്ച് പൊടി മണ്ണൊക്കെ വീഴും, അത്രയും കാറ്റായിരുന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓശാന ഞായറിലെയും കൊഴുക്കട്ട ശനിയുടെയും വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.